ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീത പ്രഭാതത്തിനായി ദൈവത്തെ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരിക്കൽ കൂടി മാറ്റമില്ലാത്ത തിരുവചനവുമായി നിങ്ങളേവരുടെയും മുൻപാകെ ആയിരിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം തന്ന ആയുസ്സിനും ആരോഗ്യത്തിനുമായി ദൈവത്തെ നന്ദിയോടുകൂടി സ്തോത്രം കരയറ്റുക. കഴിഞ്ഞ 4 പ്രഭാതങ്ങൾ നമ്മൾ ഒരുമിച്ച് ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി. ദൈവത്തിൻ്റെ മക്കൾ വിശ്വാസ ജീവിതത്തിൽ എപ്രകാരം ജീവിക്കുന്നവരായിരിക്കണമെന്ന് നാം ചിന്തിച്ചു. വചനത്തെ ശ്രദ്ധയോടെ കരുതുന്നവരും അനുസരണയുള്ളവരും ആത്മീയ പക്വതയിൽ മുന്നേറുന്നവരും വിശ്വാസത്തിൽ ഉറപ്പുള്ളവരുമായി ദൈവമക്കൾ ജീവിക്കണം എന്നുള്ളതായ ക്രിസ്തീയ ജീവിതം ഉറപ്പിൻ്റെയും അനുസരണത്തിൻ്റെയും വചനത്തിൻ്റെയും ആത്മീയ പക്വതയുടെയും അടിസ്ഥാനമായിരിക്കണമെന്ന് നാം ചിന്തിപ്പാൻ തക്കവണ്ണമിടയായി. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം കഴിഞ്ഞ 4 ദിവസം ചിന്തിച്ചതായ തിരുവചന വേദഭാഗം അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുക. അവസാന ചിന്തയിലേക്ക് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 5 കാര്യങ്ങൾ ആയിരുന്നു ചിന്തിപ്പാൻ തക്കവണ്ണം നാം ആഗ്രഹിച്ചത്. അതിൻ്റെ അവസാന ഭാഗം, അതിൻ്റെ 5-ാം ചിന്തയിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. പരിശുദ്ധാത്മാവ് ഇപ്രകാരം പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു: കൃപ ലഭിച്ചവരായ ദൈവമക്കൾ, ഇക്കൃപയിലേക്ക് കടക്കുവാൻ തക്കവണ്ണം അനുമതി ലഭിച്ചതായ ദൈവമക്കൾ അവരുടെ വിശ്വാസ ജീവിതം വീണുപോകാതെ ഉറപ്പോടെ, ധൈര്യത്തോടെ, സ്ഥിരതയോടെ ഓടിത്തീർക്കുവാൻ തക്കവണ്ണം ഇടയാകണം. പ്രതികൂല സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും ഉലഞ്ഞ് വീണുപോകാതെ ക്രിസ്തു എന്ന പാറമേൽ ഓരോ ദിവസവും ഉറപ്പോടെ കൂടെ നിൽക്കുവാൻ തക്കവണ്ണം അടിസ്ഥാനമിട്ടതായ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി ക്രിസ്തീയ ജീവിതം ഓടിത്തീർപ്പാൻ തക്കവണ്ണം ദൈവമക്കൾക്ക് കഴിയണം. എബ്രായ ലേഖനം 12-ാം അധ്യായം പഠിക്കുമ്പോൾ 1 മുതൽ 39 വരെയുള്ളതായ തിരുവചന വേദഭാഗം നാം പഠിക്കുമ്പോൾ നാം ആരെ നോക്കി ആണ് ഓടേണ്ടത് എന്നുള്ളതായ കാര്യങ്ങളെല്ലാം നമുക്ക് ആ വചനത്തിൽ കൂടി കാണുവാനായിട്ട് കഴിയും. നമുക്ക് ലഭിക്കുവാൻ പോകുന്നതായ പ്രതിഫലം ഏത് വിധത്തിലുള്ളതാകുന്നു എന്നും നമുക്ക് ആ തിരുവചനത്തിൽ കൂടി കാണുവാനായിട്ട് കഴിയും. 12-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്കുകളിലേക്ക് നാം കടന്നു വരുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നു, സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടിത്തീർക്കുക. യേശുവിനെ നോക്കി, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി നാം ഓടുക. പ്രൈസ് ഗോഡ്. നമ്മുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിപ്പാൻ അപമാനത്തെ ലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൽ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തവനായ ക്രിസ്തുവിനെ നാം ധ്യാനിക്കുന്നവരായിരിക്കണം, അവനെ അറിയുന്നവരായിരിക്കണം, അവനെ വിശ്വസിക്കുന്നവരായിരിക്കണം, അവൻ്റെ തിരുമുഖം അന്വേഷിക്കുന്നവരായിരിക്കണം എന്നെല്ലാം നമുക്ക് ആ തിരുവചനത്തിൽ കൂടി കാണുവാനായിട്ട് കഴിയും. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, 11-ാം അധ്യായത്തിൽ വിശ്വാസവീരന്മാരുടെ വലിയൊരു ശൃംഖല നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ഹാബേൽ മുതൽ അബ്രാഹാം വരെയും, അബ്രാഹാം മുതൽ ക്രിസ്തു വരെയും, പ്രൈസ് ഗോഡ്, സ്തോത്രം, വിശ്വാസത്തിൽ എപ്രകാരം അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെതായ അടിസ്ഥാനത്തെ അവർ എങ്ങനെ ഉൾക്കൊണ്ടു ജീവിച്ചു എന്നെല്ലാം നമുക്ക് തിരുവചന വേദഭാഗത്തിൽ കൂടി കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ആയതിനാൽ അവരെ നോക്കി അവരുടെ എല്ലാം ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ, വേദനകൾ, പ്രതികൂല സാഹചര്യങ്ങൾ എല്ലാം കടന്നു പോകേണ്ടതായിട്ട് വന്നു എന്ന് നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്ഥിരതയുള്ളവരായി, നമ്മൾ ഉലഞ്ഞ് പ്രതികൂല സാഹചര്യങ്ങളെ കാണുമ്പോൾ ഉലഞ്ഞു പോകുന്നവരായിട്ടില്ല, അതിൻ്റെ നടുവിലും നാം ഉറപ്പുള്ളവരായിട്ട് നിൽക്കണം. നാം പാപം ചെയ്യാത്തവരായി ജീവിക്കണം. തിരുവചനം പറയുന്നു, സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും, എവരി വെയിറ്റ്, സകല ഭാരവും, സകല ചുമടുകളും, പ്രൈസ് ഗോഡ്, മുറുകെ പറ്റുന്ന പാപവും അനായാസം നമ്മെ കുരുക്കുവാൻ തക്കവണ്ണം നമ്മുടെ മുമ്പിലേക്ക് ശത്രു കൊണ്ടുവന്ന് ഇടുന്നതായ ചിന്തകളെ, പ്രവർത്തന ശൈലികളെ എല്ലാം ദൈവമക്കൾ എന്ത് ചെയ്യണം? അവയെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് കൃപയിൽ
ഉറപ്പോടെ കൂടി ജീവിപ്പാൻ തക്കവണ്ണം, കൃപയിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം ദൈവമക്കൾക്ക് കഴിയണം. നാം മനഃപൂർവ്വമായി പാപം ചെയ്യുന്നവരാകരുത്. എബ്രായർ ലേഖനം 10-ാം അധ്യായം 26-ാം തിരുവചന വേദഭാഗം പഠിക്കുമ്പോൾ അവിടെ വ്യക്തമായി നാം കാണുവാനായിട്ട് കഴിയുന്നു, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ, പ്രൈസ് ഗോഡ്, മുറുകെ പറ്റുന്ന പാപം, മനഃപൂർവ്വമായി ചെയ്യുന്നതായ പാപം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തോത്രം. അരുത് എന്ന് പറഞ്ഞിട്ടുള്ളതിനെ ലംഘിച്ചാൽ അത് പാപമായി മാറും. ദൈവത്തിൻ്റെ മഹത്വത്തിനെതിരായി നാം എന്തു ചെയ്താലും അത് പാപമായി മാറും. പ്രൈസ് ഗോഡ്. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ ചെയ്യണം ചെയ്യരുത് എന്ന് നമ്മെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 1-ാം തിരുവചന വേദഭാഗം നാം പഠിക്കുമ്പോൾ ഓരോ വ്യക്തികളുടെയും ധർമ്മം അവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, ഒരു പ്രബോധനമായി, ഒരു ധർമ്മമായി അവിടെ പറഞ്ഞിരിക്കുക. പ്രൈസ് ഗോഡ്. അപ്പോൾ ആ ധാർമ്മികത നാം ചെയ്യാൻ കടപ്പെട്ടതായിട്ടുള്ളതായ ധാർമ്മികത നാം ചെയ്യാതിരിക്കുമ്പോൾ അതെന്തായി മാറുന്നു? അത് പാപമായി മാറുന്നു. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ നിങ്ങൾ അനുസരിപ്പിൻ. നാം ചെയ്യാൻ ബാധ്യസ്ഥമായ കാര്യങ്ങളെ ചെയ്യാതിരിക്കുമ്പോൾ ധർമ്മവിലോപം, പ്രൈസ് ഗോഡ്, നമ്മുടെ കർത്തവ്യ വിലോപവും അത് പാപമായി മാറുന്നു. സിൻ ഓഫ് ഒമിഷൻ, പ്രൈസ് ഗോഡ്. ചെയ്യണം എന്ന് ദൈവവചനം പറയുമ്പോൾ, നമ്മെ പ്രബോധിപ്പിക്കുമ്പോൾ അത് നാം ചെയ്യാതിരിക്കുന്നതും പാപമാണ്. അപ്പോൾ തന്നെ ചെയ്യരുത് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നാം കൊല ചെയ്യരുത്, നാം മോഷ്ടിക്കരുത്, പ്രൈസ് ഗോഡ്, സ്തോത്രം. നാം മറ്റുള്ളവർക്കെതിരെ ദൂഷണം പറയരുത്, കള്ളസാക്ഷ്യം പറയരുത്, മറ്റുള്ളവരെ മൂഢ എന്ന് വിളിക്കരുത്. അങ്ങനെ അനവധി കാര്യങ്ങൾ തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നാം ചെയ്യരുത് 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 എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്ന അനവധി കാര്യങ്ങളുണ്ട്. പ്രൈസ് ഗോഡ്. സഹോദരനോട് കോപിക്കരുത്, നീ കള്ളസത്യം ചെയ്യരുത്, ഉപവസിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ നീ വാടിയ മുഖത്തോടെ നീ ഉപവസിക്കരുത്, നീ മറ്റുള്ളവരെ വിധിക്കരുത്, നീ ചതിക്കരുത്, നീ വഞ്ചിക്കരുത്, നീ മുഖപക്ഷം കാണിക്കരുത്, നുണ പറയരുത്. അങ്ങനെ അനവധി കാര്യങ്ങൾ ചെയ്യരുത് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചെയ്യരുത് നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ നാം ചെയ്താൽ അതെന്തായി മാറുന്നു? അത് പാപമായി മാറുന്നു. പ്രൈസ് ഗോഡ്. അതെല്ലാം മനഃപൂർവ്വം നാം ചെയ്താൽ, 10-ാം അധ്യായത്തിൽ വായിച്ചതുപോലെ സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ദൈവമക്കൾ ചെയ്തു പോയാൽ, പ്രൈസ് ഗോഡ്, എന്താകുന്നു? പാപമാകുന്നു. അവിടെ പറയുകയാണ്, വചനം പറയുകയാണ്, മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനിയൊരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പാനുള്ള ക്രോധ അഗ്നിയുമേ ഉള്ളൂ. പ്രൈസ് ഗോഡ്. എന്നെ കേൾക്കുന്നതായ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സ്തോത്രം. നമ്മുടെ ക്രിസ്തീയ ജീവിതം ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെടുത്തി വിശ്വാസത്തിൽ, അനുസരണയിൽ, സ്നേഹത്തിൽ അവനോട് ചേർന്ന് നിന്നുകൊണ്ട് ഓടി തീർപ്പാൻ തക്കവണ്ണം നമുക്ക് ഏവർക്കും കഴിയണം. 1 കൊരിന്ത്യർ 9-ാം അധ്യായം 24-ാം അധ്യായം പഠിക്കുമ്പോൾ ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും വിരുദ് പ്രാപിക്കുന്നത് ഒരുവൻ മാത്രമേ ഉള്ളൂ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അനേകർ ഓടുവാനായി ഓട്ടക്കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ ആര് വിരുദ് പ്രാപിക്കുമെന്ന് നമുക്കിപ്പോൾ പറയുവാനായിട്ട് പറ്റത്തില്ല. ആ ഒരു ദിവസമുണ്ട്. ആ ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ആ ദിവസത്തിൽ കർത്താവ് പറയും, ബിരുദ് പ്രാപിച്ചിരിക്കുന്നു, പ്രതിഫലത്തിന് യോഗ്യനും നീ ആകുന്നുവെന്ന് നമ്മെക്കുറിച്ച് പറയുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. പ്രൈസ് ഗോഡ്. ഒരു ലേഖനം പഠിക്കുമ്പോൾ പൗലോസ് പറയുക, ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ബിരുദ് പ്രാപിക്കുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. നിങ്ങളും അത് പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. എന്തിന് പ്രാപിപ്പാൻ തക്കവണ്ണം? ആ പ്രതിഫലം പ്രാപിപ്പാൻ തക്കവണ്ണം. പ്രൈസ് ഗോഡ്. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. നാം ഓടിയിരുന്ന ചില ഓട്ടങ്ങളെല്ലാം വിട്ട് ക്രിസ്തുവിനോട് ചേർന്ന് ഓടുവാൻ തക്കവണ്ണം കൃപയാൽ പിതാവിനെ നമ്മോട് കരുണ തോന്നി പുത്രനിൽ കൂടി നമ്മെ
സ്തോത്രം അവൻ വീണ്ടെടുപ്പാൻ തക്കവണ്ണം അവൻ കൃപ നൽകി. ആ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകാതെ ഈ ലോകത്തിൽ ഹാലലുയ കൈയിട്ട് നേടുവാനല്ല, ഹാലലുയ അവൻ നമ്മെക്കുറിച്ച് വിളിക്കുന്നതായ വിളി കേട്ട് അവൻ്റെ അടുക്കൽ കടന്നു ചെന്ന് അവനിൽ നിന്ന് പ്രതിഫലം മേടിപ്പാൻ തക്കവണ്ണം നമുക്ക് ഏവർക്കും കഴിയണം. ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ ഓരോ ദിവസവും പണിയപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. അതിൻ്റെ ഇടയിലേക്ക് മറ്റു ലോകത്തിൻ്റെതായ ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ കൊണ്ടുവരരുത്. ലോകത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് കൊണ്ടുവന്നിട്ട് നമ്മൾ മോഡിഫൈ ചെയ്യുവാനായിട്ട് നാം അനുവദിച്ചു കൊടുക്കരുത്. പ്രൈസ് ഗോഡ്. ലോകത്തിൻ്റെ ഇൻഗ്രീഡിയൻസുമായി സ്തോത്രം നമ്മുടെ ചുറ്റും പലരും കടന്നു വരും. പല രൂപത്തിലും പല ഭാവത്തിലും പല സ്നേഹത്തിൻ്റെ ആഴത്തിലും കടന്നു വരുമ്പോൾ അവ ഏതെന്ന് വിവേചിച്ചറിയുവാൻ തക്കവണ്ണം ദൈവമക്കൾ കൃപ പ്രാപിച്ചവരായിരിക്കണം. പ്രൈസ് ഗോഡ്. കൃപ നഷ്ടപ്പെട്ടു പോയാൽ പ്രൈസ് ഗോഡ് ലോകത്തിൻ്റെ ഇൻഗ്രീഡിയൻസിനെ നമ്മുടെ ഉള്ളിലേക്ക് വളരെ എളുപ്പത്തിൽ കടന്ന് കയറുവാൻ തക്കവണ്ണം ഇടയാകും. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനം പഠിക്കുമ്പോൾ പറയുന്നത്, പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ പ്രൈസ് ഗോഡ് ആരിൽ പണിത ക്രിസ്തുവിൽ പണിതതായ പ്രവൃത്തി, അല്ലെങ്കിൽ ക്രിസ്തുവിൽ അടിസ്ഥാനം വിട്ട് ക്രിസ്തുവിൽ ഉള്ളതായ നല്ല ജീവിതം നയിച്ച് അവൻ നിലനിൽക്കുന്നുവെങ്കിൽ അവന് എന്ത് ലഭിക്കും? അവന് പ്രതിഫലം ലഭിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് മുമ്പിൽ ഒരു മഹാപ്രതിഫലം ഉണ്ട് എന്ന് നമ്മളേവരും ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം. ആ പ്രതിഫലം പ്രാപിപ്പാൻ തക്കവണ്ണം യോഗ്യമാം വിധം ഓടുവാൻ തക്കവണ്ണം നമുക്ക് ഏവർക്കും കഴിയണം. ഫിലിപ്പിയ ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പൗലോസ് തൻ്റെ ഓട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രൈസ് ഗോഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനത്തിലേക്ക് വേഗത്തിലൊന്ന് കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവിനെ ഞാൻ ശരണപ്പെടുക. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 5 തൊട്ട് താഴോട്ടുള്ളതായ വേദവാക്യങ്ങൾ പഠിക്കുമ്പോൾ പൗലോസിന് ഒത്തിരി കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ടായിരുന്നു. 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവനാണ്, ഇസ്രായേൽ ജാതിക്കാരനാണ്, ബെന്യാമിൻ ഗോത്രക്കാരനാണ്, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായനാണ്, ന്യായപ്രമാണം സംബന്ധിച്ച പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചൻ, ന്യായപ്രമാണത്തിന് നീതി സംബന്ധിച്ച് അനിന്യൻ, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കണം. പ്രൈസ് ഗോഡ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമുക്ക് ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് പലതും ആസ്വദിക്കാം, പലതും നേടിയെടുക്കാം, പലതും നമുക്ക് നമ്മുടെ കൈക്കുള്ളിലാക്കാനായിട്ട് കഴിയും. പ്രൈസ് ഗോഡ്. പൗലോസിന്റെ ജീവിതം അത് തന്നെ പൗലോസ് പറയുന്നത്. താൻ സകലത്തിന്മേലും അല്ലെങ്കിൽ സകലതും അനുഭവിപ്പാൻ തക്കവണ്ണം സകല സുഖ സൗകര്യങ്ങളും സകലവിധ ജ്ഞാനത്താലും തനിക്ക് പല അവസരങ്ങൾ തൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നിട്ടും അവയെല്ലാം താൻ എന്താക്കി തീർത്തു? അവയെല്ലാം താൻ ഛേദമെന്ന് എണ്ണുവാൻ തക്കവണ്ണം പ്രൈസ് ഗോഡ് ക്രിസ്തു നിമിത്തം തൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നതായ, തൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നതായ ആ ദൈവസ്നേഹത്തിൻ്റെ ആഴത്തെ വ്യക്തമായി തിരിച്ചറിഞ്ഞ പൗലോസ് പറയുക, സകലത്തെ ഞാൻ എന്ത് നിമിത്തി? ക്രിസ്തു നിമിത്തം ഞാൻ ഛേദമെന്ന് എണ്ണിയിരിക്കും. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളോടായി ചോദിക്കട്ടെ, ക്രിസ്തു നിമിത്തം സകലതും ഛേദമെന്ന് എണ്ണുവാൻ തക്കവണ്ണം നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് കഴിയുന്നുണ്ടോ? പ്രൈസ് ഗോഡ്. അതോ പലതിനെയും നാം ഇപ്പോഴും മുറുകെ പിടിച്ചിരിക്കുകയാണോ? പലതിനെയും വിട്ടുകളയുവാൻ നമ്മൾ ഇപ്പോഴും വൈമനുഷ്യം കാണിക്കുന്നവരാണോ? എങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന പകൽക്കാലം പറയുന്നു, നീ ഒരു പ്രതിഫലം പ്രാപിപ്പാൻ തക്കവണ്ണം നിനക്ക് കഴിയേണ്ടതിന് നീ ക്രിസ്തുവിൻ്റെ നിമിത്തം സകലത്തെയും നീ ഛേദമെണ്ണുവാൻ തക്കവണ്ണം സകലത്തെയും ഹല്ലേലൂയ മുറുകെ പറ്റുന്ന സകലവിധ പാപത്തെയും വിട്ട് ക്രിസ്തുവിനെ അനുസരിച്ച്, വചനത്തെ അനുസരിച്ച് ക്രിസ്തുവിൻ്റെ അനുകാരിയായി ജീവിപ്പാൻ തക്കവണ്ണം നിനക്ക് കഴിയണം. പ്രൈസ് ഗോഡ്. സ്തോത്രം. ഹല്ലേലൂയ. ആ പൗലോസാണ് 2 തിമോഥെയോസ് 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞത്, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ്. പ്രിയ ദൈവമക്കളെ, ചെമ്മരിയാടികളെയും കോലാടികളെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ദിനം നമ്മുടെ മുമ്പിലുണ്ട് എന്ന് നാം മറന്നു പോകരുത്. അവൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടതായ ഒരു ദിനം നമുക്ക് മുമ്പിലുണ്ട് എന്നുള്ളതായ കാര്യം നാം ആരും മറന്നു പോകരുത്. പ്രൈസ് ഗോഡ്.
ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ആ ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളിൽ വേണം. നീതിയായ ന്യായാധിപതിയുടെ മുൻപാകെ നാം എല്ലാവരും ഓരോ ദിവസവും പോയി നിൽക്കും. അവനവൻ ചെയ്തത്, ശരീരത്തിൽ ചെയ്തത് നല്ലതായാലും തീയതായാലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നാം നിൽക്കേണ്ടതായ ഒരു ദിവസം, പ്രതിഫലം, ന്യായവിധി ദിവസം, പ്രതിഫലം പ്രാപിപ്പാൻ തക്കവണ്ണം നിൽക്കുന്ന ഒരു ദിവസം. ഹല്ലേലൂയ. പൗലോസൂടെ പറയുന്നു, നീതിയുടെ കിരീടം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആ നീതിയുടെ കിരീടം ദൈവമക്കളെ പ്രാപിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. നല്ല ദാസനെ, ഇവിടെ കടന്നു വരിക എന്നുള്ളതായ ആ വിളി കേൾക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. പ്രൈസ് ഗോഡ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മുമ്പിൽ നീതിയോടെ നടന്നവരാരും ഒരു നാളും ലജ്ജിതരായി പോയിട്ടില്ല. അവരുടെ തലമുറകളിൽ ലജ്ജിതരായി പോയിട്ടില്ല. അവർ ഈ ലോകത്തിൻ്റെ മുമ്പിൽ അപമാനിതരായി പോകുവാൻ ദൈവം ഒരു നാളും അനുവദിച്ചിട്ടില്ല. തിരുവചനം പഠിക്കുമ്പോൾ ദൈവം മുൻപാകെ നീതിയോടെ നടന്ന അനേക ഭക്തന്മാരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവരോട് ചേർന്ന് നല്ല നീതിയുള്ളതായ ജീവിതം നയിപ്പാൻ തക്കവണ്ണമാ അനീതിയിൽ ജീവിച്ചിരുന്നതായ എന്നെയും നാം ഓരോരുത്തരെയും കർത്താവ് തിരഞ്ഞെടുപ്പാൻ തക്കവണ്ണം ഇടയായത്. പ്രൈസ് ഗോഡ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. യാതൊരു യോഗ്യതയുമില്ലായിരുന്ന നമ്മെ അവൻ തിരഞ്ഞെടുത്തത് ഓർക്കുമ്പോൾ നന്ദിയോടുകൂടി ദൈവത്തിന് പകൽക്കാലം സ്തോത്രം ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് കഴിയട്ടെ. ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുക. നമ്മുടെ ക്രിസ്തീയ ജീവിതം വീണുപോകാതെ, കൃപയിൽ നിന്ന് പ്രാപിച്ചതായ കൃപയിൽ നിന്ന് വീണുപോകാതെ നല്ല പോർ പൊരുതി ജീവിതം ഓടിത്തീർക്കുവാൻ തക്കവണ്ണം, വിശ്വാസ ജീവിതം, ക്രിസ്തീയ ജീവിതം ഓടിത്തീർക്കുവാൻ തക്കവണ്ണം നമുക്ക് ഏവർക്കും കഴിയണം. ഹല്ലേലൂയ. നമ്മുടെ ആരംഭത്തെക്കാൾ നമ്മുടെ അവസാനം ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കണം. പ്രൈസ് ഗോഡ്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോനെ പഠിക്കുമ്പോൾ അവൻ ദൈവസന്നിധിയിൽ നേരോടെ, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ വിശ്വസ്തനായി നിന്ന ദൈവത്തോട് അവൻ പ്രാർത്ഥിച്ച് അവൻ ചോദിച്ചതെല്ലാം ദൈവം അവന് കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രൈസ് ഗോഡ്. എന്നാൽ ദൈവസന്നിധിയിൽ, അല്ലെങ്കിൽ ദൈവിക കൽപ്പനകളെ അനുസരണക്കേടിന് അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അവൻ്റെ ജീവിതം വളരെ പരാജയമായി മാറി. എന്നാൽ വളരെ മോശമായി ജീവിതം ആരംഭിച്ച പൗലോസ് കാണുവാനായിട്ട് കഴിയും. പൗലോസ് അവസാനം പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, എൻ്റെ വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് ന്യായാധിപതിയായ കർത്താവ്, നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല. ആ പദം വളരെ ശ്രദ്ധേയമാണ്. തിരുവചനം കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ആ നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് നിങ്ങൾക്ക്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നിങ്ങൾ വിശ്വസ്തയോടെ നിങ്ങൾ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം ഓടി തികച്ചിട്ടുണ്ടെങ്കിൽ ആ നല്ല കർത്താവ്, ആ നീതി ന്യായാധിപതിയായ കർത്താവ് നിങ്ങൾക്ക് അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും അവനത് നൽകും. ആ പ്രതിഫലത്തിനായി വിശ്വസ്തയോടുകൂടി നമുക്ക് കാത്തിരിക്കാം. ആ പ്രതിഫലം പ്രാപിപ്പാനായി ഒരുക്കമുള്ളതായ ഒരു ജീവിതത്തോടുകൂടി നമുക്ക് മുന്നേറാം. കാലമിനിയും അധികമില്ല. കർത്താവിൻ്റെ വരവ് ഏറെ ആസന്നമായിരിക്കുന്ന കാലഘട്ടം. അല്പമേ നമ്മുടെ ആയുസ്സുള്ളൂ. അത് വേഗത്തിൽ തീർന്നു പോകുന്ന ആയുസ്. ആ ആയുസ് വിശ്വസ്തയോടെ ഓടിത്തീർപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയട്ടെ. പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ഈ കഴിഞ്ഞ 5 ദിവസങ്ങളായിട്ട് നമ്മൾ ഒരുമിച്ച് ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി. നാം ദൈവത്തെ അറിഞ്ഞവരാണ്, ദൈവസ്നേഹത്തെ അറിഞ്ഞവരാണ്, ദൈവകൃപയെ അറിഞ്ഞവരാണ്. അവൻ്റെ സ്നേഹത്തെ നാം തള്ളിക്കളയാതെ, പ്രൈസ് ഗോഡ്, അവൻ്റെ കൃപയിൽ ആശ്രയിക്കുന്നവരും അവൻ്റെ വചനത്തെ ശ്രദ്ധയോടെ കരുതുന്നവരും അനുസരണയുള്ളവരും ആത്മീയ പക്വതയോടുകൂടി വിശ്വാസത്തിൽ ഉറപ്പുള്ളവരും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രാപിച്ചതായ കൃപയിൽ നിന്നും വീണുപോകാതെ, തളർന്നു പോകാതെ, പരീക്ഷകളും പരിശോധനകളും പ്രതികൂല സാഹചര്യങ്ങളും ഏതെല്ലാം ജീവിതത്തിൽ കടന്നു വന്നാലും വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ ക്രിസ്തു യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു നല്ല ആത്മീയ ജീവിതം ഓടിത്തീർപ്പാൻ തക്കവണ്ണം നമുക്ക് ഏവർക്കും കഴിയട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. കണ്ണുകളടയ്ക്കാം. ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിൽ വീണ്ടും തിരുവചനവുമായി
പ്രിയ മക്കളുടെ മുൻപാകെ ഇരിപ്പാൻ അടിയനെ സഹായിച്ചതിനാൽ നന്ദി. വചനം കേട്ട് ഓരോ പ്രിയപ്പെട്ടവരെയും കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പകൽക്കാലം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരറിഞ്ഞ സത്യത്തിൽ ഉറപ്പോടെ നിൽക്കുവാൻ തക്കവണ്ണം കർത്താവെ അവർ വീണു പോകാതെ കർത്താവെ സ്തോത്രം ആത്മധൈര്യമുള്ളവരായി പ്രത്യാശയുള്ളവരായി കർത്താവെ പ്രതിഫലം അപ്പം നിന്റെ പക്കൽ നിന്ന് പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവെ പൂർണ്ണമായ കർത്താവ് സമർപ്പണത്തോടുകൂടി തങ്ങളുടെ ജീവിതത്തെ മുന്നോട്ടേക്ക് നയിപ്പാൻ തക്കവണ്ണം നീ അവരെ അവരും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവരുടെ മുമ്പിൽ കർത്താവെ കടന്നു വരുന്ന സകലവിധ പ്രതികൂല സാഹചര്യങ്ങളെയും കർത്താവെ ആത്മാവിൽ വിവേചിച്ചറിഞ്ഞുകൊണ്ട് കൃപയിൽ മുന്നേറുവാൻ ഇവരെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപ്പോൾ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ ആമേൻ ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ അവരെ പകൽക്കാലം അനുഗ്രഹിക്കുമാറാകട്ടെ.